കൊടുത്തതാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ്-സമീഉൽ ബസീർ. അവിടെ നിന്ന് ബൈത്തുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടെ നിന്ന് ബുറാഖ് വാഹനത്തിൽ കയറി ആകാശങ്ങൾ ഏഴാകാശവും താണ്ടി അല്ലാഹുവിന്റെ റസൂൽ യാത്ര ചെയ്തതാണ്. ഏഴാകാശം എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശവും രണ്ടാം ആകാശവും മൂന്നാം ആകാശവും കഴിഞ്ഞ് സഹോദരായ 7 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പോയ ഗഗനസഞ്ചാരിയായ സുനിത വില്യംസും ഗിൽമോറും സ്പേസിൽ പോയി കുടുങ്ങിക്കിടന്ന ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതുപോലെ ഒന്നാം ആകാശത്തിന്റെ പകുതിയിൽ പോലും ആ സ്പേസ് എത്തിയിട്ടില്ല. അതൊന്നാം ആകാശത്തിന്റെ താഴെയാണ്. ഈ ഭൂമിയിൽ നിന്ന് 14,98,974 കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ. ആ സൂര്യന്റെ പ്രകാശ രശ്മികൾ ഈ ഭൂമിയിലെത്തണമെങ്കിൽ ഏതാണ്ട് 7 മിനിറ്റും 14 സെക്കൻഡും വേണമെന്നാ. ഒരു സെക്കൻഡിന് 2,99,792.5 കിലോമീറ്റർ. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ കാണുന്ന പ്രകാശം അതേ വേഗതയിൽ 7 മിനിറ്റും 18 സെക്കൻഡ് സഞ്ചരിച്ചാലേ ഭൂമിയിലെത്തുകയുള്ളൂ എന്നാ പറയാ. ഇനി ഭൂമിയിൽ നിന്ന് നമ്മുടെ കണ്ണു തുറന്നു നോക്കിയാൽ കാണുന്ന സൂര്യന്റെ കഥയാണെങ്കിൽ ആ സൂര്യനപ്പുറത്തേക്ക് എത്രയെത്ര നക്ഷത്രങ്ങളും ഉൽക്കകളും താരാപഥങ്ങളും ഗാലക്സികളും ആൽഫാസെൻറ്ററി എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. അവിടെ പോയിട്ട് ഞാൻ ഇവിടെ എത്തി എന്ന് പറയാനൊരു മനുഷ്യൻ ഹലോ എന്നൊന്ന് പറഞ്ഞാൽ ആ ശബ്ദ തരംഗം 7 വർഷം കഴിഞ്ഞിട്ടേ ഭൂമിയിലെത്തുകയുള്ളൂ എന്നാ പറയാ. അനന്തമന്താതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കരങ്ങാണ്ടൊരിടത്തിൽ നിന്ന് നോക്കുന്ന മൃത്യൻ കഥ എന്ന് കണ്ടു. ഈ വിശാലമായ പ്രവർത്തനമില്ലേ. ഇവിടെ നിന്ന് ഒന്നാം ആകാശത്തിന്റെ താഴെ നിൽക്കുന്ന സ്പേസിലേക്ക് പോയ സുനിത വില്യംസ് തിരിച്ചു വന്നിട്ട് അവരുടെ യാത്രാ വിവരണം പറഞ്ഞതെന്തെന്നറിയോ? ആ ആകാശത്തിലെ സ്പേസിൽ ഇരുന്നിട്ട് ഞാൻ ഭൂമിയിലേക്ക് നോക്കിയപ്പോ ഒരൊറ്റ ദിവസം തന്നെ 16 ഉദയവും 16 അസ്തമയവും ഞാൻ കണ്ടു എന്നാണ് സുനിത വില്യംസ് ആണ് പറയുന്നത്. മുസ്ലിമല്ല. 16 ഉദയവും 16 അസ്തമയവും. വർഷങ്ങൾക്ക് മുമ്പ് UAE-യിൽ നിന്ന് പോയ സുൽത്താൻ നയാദിയെ തിരിച്ചു വന്ന് പറഞ്ഞു ഞാൻ ഒരു ദിവസം തന്നെ 16 ഉദയവും 16 അസ്തമയവുമാണ് കണ്ടതെന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞ ഒരായത്തോരത്തെയോ ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി ഇന്നാ ലഖാദിറൂൻ. ഫലാ അങ്ങനെയല്ല. ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി. ഉദയങ്ങളുടെയും അസ്തമയങ്ങളുടെയും ഒന്നിലധികം ഉദയങ്ങളുടെയും അസ്തമയങ്ങളുടെയും രക്ഷിതാവിനെ ഖുർആൻ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. റബ്ബുൽ മശാരിഖി വൽ മഗാരിബി. ഒന്നിലധികം ഉദയാസ്തമയങ്ങളെ നിയന്ത്രിക്കുന്നവർ ഏതുമാകട്ടെ ആ ശാസ്ത്രീയ മനത്തിലോട്ട് ഞാൻ കടന്നു പോകുന്നില്ല. അതെല്ലാം കടന്ന് 2-ാം ആകാശവും 1-ാം ആകാശവും 4-ാം ആകാശവും എല്ലാ ആകാശം താണ്ടി ഒരു മനുഷ്യന് കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യന് കടന്നു പോകാൻ കഴിയാത്ത ഒരു ലോകത്തോട്ട് കടന്നു പോയ ഒരേ ഒരു മനുഷ്യന്റെ നേതാവേ ഉള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സംഭവമാണിത്. ഞാനിവിടെ പോയി എല്ലാം കണ്ടു. വരാനിരിക്കുന്ന ലോകത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഞാൻ ആ സ്വർഗ്ഗ നരകങ്ങളെ അല്ലാഹു എന്റെ മുമ്പിൽ കാണിക്കപ്പെട്ടു. അങ്ങനെ ഞാൻ കടന്നു പോകുമ്പോൾ ധാരാളം ആളുകളെ ഞാൻ കണ്ടു. മൂസാ നബിയെ, ഈസാ നബിയെ നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ പോകുന്ന കൂട്ടത്തിൽ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു വലിയ മാളിക കണ്ടു. ആ മാളികയുടെ മുമ്പിൽ ഞാനൊരു സുന്ദരിയായ പെണ്ണിനെയും കണ്ടു. അങ്ങനെ ഞാൻ അതിലേക്ക്
താഴേക്ക് കയറാൻ പോകുമ്പോ ഹബീബായ നബി തങ്ങൾ സഹാബത്തിനോട് വിവരിക്കുകയാണ്, ഞാൻ